ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂരിലാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂരിലാണ്. അടുത്തത്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. അടുത്തത്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത പോയിന്റ്, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ. അടുത്തത്, പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലിയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി. അടുത്ത പോയിന്റ്, നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. അടുത്ത പോയിന്റ്, കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് ഇവിടെ പന്നിയൂർ. അടുത്ത പോയിന്റ്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങളാണ് വെള്ളാനിക്കര, തൃശ്ശൂർ, വാഴക്കുളം, എറണാകുളം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങളാണ് വെള്ളാനിക്കര, തൃശ്ശൂരാണ്, വാഴക്കുളം, എറണാകുളത്താണ്. അടുത്ത പോയിന്റ്, ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് ഇവിടെ അമ്പലവയൽ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. താഴെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അടുത്ത പോയിന്റ്, കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂരിലാണ്. അടുത്തത്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരിലാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. അടുത്ത പോയിന്റ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. നമുക്കറിയാം കോട്ടയത്ത് റബ്ബർ കൂടുതലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് എന്ത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് എന്ത്? കാസർഗോഡ്. അടുത്തത്, ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് കണ്ണാറ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലിയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. അടുത്ത പോയിന്റ്, നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണുള്ളത്. വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. അടുത്തത്, കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ. അടുത്തത്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങളാണ് വെള്ളാനിക്കര, തൃശ്ശൂർ, വാഴക്കുളം, എറണാകുളം. അടുത്തത്, ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് എന്ത്? അമ്പലവയൽ. അപ്പോൾ അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര? 78% അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ അളവ്. അപ്പോൾ മറ്റ് അന്തരീക്ഷ വായുവിലെ സ്ഥിരവാതകങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.036%. ഒന്നുകൂടെ നോക്കാം. നൈട്രജൻ്റെ അളവ് എത്രയാണ്? 78. അതായത് 78.08% അന്തരീക്ഷ വായുവിലെ നൈട്രജൻ്റെ അളവ്. ഓക്സിജൻ്റെ അളവ് 20.95%, ആർഗണിൻ്റെ അളവ് 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.036%. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര. അപ്പോൾ തെങ്ങിൻ്റെ സങ്കരവർഗ്ഗങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, കേരഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ, മലയൻഡോർഫ്. തെങ്ങിൻ്റെ സങ്കരയിന വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, കേരഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ, മലയൻഡോർഫ്. അടുത്തത് നെല്ലാണ്. നെല്ലിൻ്റെ സങ്കരവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, ജയ, രശ്മി. നെല്ലിൻ്റെ സങ്കരവർഗ്ഗമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, ജയ, രശ്മി. അടുത്തത് പയർ. പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക. പയറിൻ്റെ സങ്കരവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക. അടുത്തത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ സങ്കരവർഗ്ഗങ്ങളാണ് ഉജ്ജ്വല, അതുല്യ, ജ്വാലാമുഖി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ് ഒക്കെ എന്താണ്?
പച്ചമുളകിൻ്റെ സങ്കരവർഗ്ഗങ്ങളാണ്. ഒന്നുകൂടെ വായിക്കാം. ഉജ്ജ്വല, അതുല്യ, ജ്വാലാമുഖി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. അടുത്തത് വെണ്ടയ്ക്കയുടെ സങ്കരവർഗ്ഗമാണ് കിരൺ, അർക്ക, സൽകീർത്തി, അനാമിക, ആനക്കൊമ്പനൊക്കെ എന്താണ് വെണ്ടയ്ക്കയുടെ സങ്കരവർഗ്ഗങ്ങളാണ്. വെണ്ടയ്ക്കയുടെ ഒന്നുകൂടെ വായിക്കാം. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ചന്ദ്രശങ്കര തെങ്ങിൻ്റെയാണ്. ബാക്കി തെങ്ങിൻ്റെ സങ്കരവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? തെങ്ങിൻ്റെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, കേരഗംഗ, അനന്തഗംഗ, കേരശ്രീ, കേര സൗഭാഗ്യ, മലയൻഡോർഫ്. നെല്ലിൻ്റെ സങ്കരവർഗ്ഗമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, മനുപ്രിയ, ശബരി, ത്രിവേണി, ജയ, രശ്മി. പയറിൻ്റെയാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ദീപിക. പച്ചമുളക് ഉജ്ജ്വല, അതുല്യ, ജ്വാലാമുഖി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. വെണ്ടയ്ക്കയുടെയാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. വെണ്ടയ്ക്കയുടെ സങ്കരവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. അടുത്തത് വഴുതനയുടെ സങ്കരവർഗ്ഗങ്ങളാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അപ്പം വഴുതനയ്ക്ക് എന്തൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അടുത്തത് തക്കാളിയുടെ സങ്കരവർഗ്ഗങ്ങളാണ്. മുക്തി, അക്ഷയ, ശക്തി, വിജയ്, അനഘ. മുക്തി, അക്ഷയ, ശക്തി, വിജയ്, അനഘ. മരച്ചീനിയുടെ സങ്കരവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ശ്രീവിശാഖ, ശ്രീശൈലം, ശ്രീലേഖ, ശ്രീജയ, വെള്ളായണി. മരച്ചീനിയുടെയാണ് ശ്രീവിശാഖ്, ശ്രീശൈലം, ശ്രീലേഖ, ശ്രീജയ, വെള്ളായണി. ഒന്നുകൂടെ വായിക്കാം. വഴുതനയുടെ സങ്കരവർഗ്ഗങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളിയുടെ സങ്കരവർഗ്ഗങ്ങളാണ് മുക്തി, അക്ഷയ, ശക്തി, വിജയ്, അനഘ. മരച്ചീനിയുടെ സങ്കരവർഗ്ഗങ്ങളാണ് ശ്രീവിശാഖ, ശ്രീശൈലം, ശ്രീലേഖ, ശ്രീജയ, വെള്ളായണി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. ബാക്കി ദിവസങ്ങളും കൂടി ഒന്ന് നോക്കാം. ലോക വനദിനം മാർച്ച് 21, ലോക ജലദിനം മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയ ദിനം മാർച്ച് 24. ഇതിൻ്റെ കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. അപ്പോൾ വനജയുടെ വനം എന്താണ്? മാർച്ച് 21. വനദിനം. ജലദിനമാണ് മാർച്ച് 22. പിന്നെ കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. ക്ഷയം എന്താണ്? ലോക ക്ഷയ ദിനമാണ് മാർച്ച് 24. അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം. ലോക വനദിനമാണ് മാർച്ച് 21, ലോക ജലദിനം മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23, ലോക ക്ഷയ ദിനമാണ് മാർച്ച് 22. അടുത്തത് ലോക ഓട്ടിസം ദിനമാണ് ഏപ്രിൽ 2. ലോക ഓട്ടിസം ദിനം ഏപ്രിൽ 2. അടുത്തത് ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. അടുത്തത് ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനമാണെന്ന് ഏപ്രിൽ 17. അടുത്തത് ലോക മലേറിയ ദിനമാണ് ഏപ്രിൽ 25. ലോക മലേറിയ ദിനമാണ് ഏപ്രിൽ 25. അടുത്തത് ലോക രക്തദാന ദിനമാണ് ജൂൺ 14. ലോക രക്തദാന ദിനമാണ് ജൂൺ 14. അടുത്തത് ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്. അടുത്തത് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ലോക വനദിനം മാർച്ച് 21, ലോക ജലദിനം മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയദിനം മാർച്ച് 24. അടുത്തത് ലോക ഓട്ടിസം ദിനമാണ് ഏപ്രിൽ 2. അടുത്തത് ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. അടുത്തത് ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. അടുത്തത് ലോക മലേറിയ ദിനമാണ് ഏപ്രിൽ 25. ലോക രക്തദാന ദിനമാണ് ജൂൺ 14. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. അടുത്ത ചോദ്യം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ജോൺ ഡാൾട്ടനെ കുറിച്ചൊന്ന് നോക്കാം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹമാണ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 1807 ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ എന്നാണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്? 1807. അപ്പോൾ ആറ്റം കണ്ടെത്തി ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു 1807.
അടുത്ത പോയിന്റ്, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ആര്? ജോൺ ഡാൾട്ടൺ. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ജോൺ ഡാൾട്ടൺ. അടുത്ത പോയിന്റ്, ബഹു അനുപാത നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവ ആവിഷ്കരിച്ചു. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് ആവിഷ്കരിച്ചത്? ബഹു അനുപാത നിയമം, അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവ ആവിഷ്കരിച്ചു ആര്? ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത പോയിന്റ്, ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു, അതിനാൽ ഈ അസുഖത്തെ ഡാൾട്ടനിസം എന്ന് പറയുന്നു. ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു, അതിനാൽ ഈ അസുഖത്തെ എന്താണ്? ഡാൾട്ടനിസം എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. എന്നാണ് ആവിഷ്കരിച്ചത്? 1807 ആധുനിക ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത പോയിന്റ്, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത പോയിന്റ്, ബഹു അനുപാത നിയമം, അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഭാഗിക മർദ്ദ നിയമം, അതായത് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവ ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത പോയിന്റ്, ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു, അതിനാൽ ഈ അസുഖത്തെ ഡാൾട്ടനിസം എന്ന് പറയുന്നു. ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു, അതിനാൽ ഈ അസുഖത്തെ എന്ത് പറയുന്നു? ഡാൾട്ടനിസം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏത്? സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട അയിരുകളും അതിൻ്റെ ധാതുക്കളും അവരുടെ അയിരുകളും നോക്കാം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ്. അലുമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ്. അപ്പോൾ യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡും കർണാറ്റൈറ്റും. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്, കർണാറ്റൈറ്റ്. അടുത്തത് ടൈറ്റാനിയമാണ്. ഇൽമനൈറ്റും റൂംടൈലുമാണ് ടൈറ്റാനിയത്തിൻ്റെ അയിര്. അടുത്തത് മെർക്കുറി, സിന്നബാറാണ് മെർക്കുറിയുടെ അയിര്. അടുത്തത് സിങ്കിൻ്റെ അയിരാണ് കലാമിനും സിങ്ക് ബ്ലെൻഡും എന്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, സീഡറൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, സീഡറൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡും കർണാറ്റൈറ്റും. അടുത്തത് ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ഇൽമനൈറ്റും റൂംടൈലും. അടുത്തത് മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. സിങ്കിൻ്റെ അയിരാണ് കലാമിനും സിങ്ക് ബ്ലെൻഡും. അടുത്ത പോയിന്റ്, ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസും, സിഡറൈറ്റും. ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസും, സിഡറൈറ്റും. അടുത്ത ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ആൻസർ വരുന്നത് ഹീലിയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സാന്ദ്രത വളരെ കുറവായതിനാൽ ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്? സാന്ദ്രത വളരെ കുറവായതിനാലാണ് ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ്, ഹീലിയത്തിൻ്റെ പ്രധാന വ്യാവസായിക സ്രോതസ്സാണ് പ്രകൃതിവാതകം. പ്രകൃതിവാതകം. അടുത്ത പോയിന്റ്, ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് നിയോൺ. അടുത്ത പോയിന്റ്, വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ആർഗൺ. അടുത്ത പോയിന്റ്, റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് റഡോൺ ആണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. എന്തുകൊണ്ടാണ് ഹീലിയം ഉപയോഗിക്കുന്നത്? സാന്ദ്രത വളരെ കുറവായതിനാലാണ് ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ്, ഹീലിയത്തിൻ്റെ പ്രധാന വ്യാവസായിക സ്രോതസ്സാണ് പ്രകൃതിവാതകം. പ്രകൃതിവാതകം. അടുത്ത പോയിന്റ്, ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് നിയോൺ. ഓറഞ്ച് നിറം ലഭിക്കാൻ ഏതാണ്? നിയോൺ. അടുത്ത പോയിന്റ്, വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ആർഗൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ആർഗൺ.
അടുത്ത പോയിന്റ്, റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് റെഡോൺ. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഇത് റെഡോൺ. അപ്പോൾ അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനെ കുറിച്ച് നോക്കാം. മണവും നിറവും ഇല്ലാത്ത വാതകം ആണ് ഏത്? ഓക്സിജൻ. മണവും നിറവും ഇല്ലാത്ത വാതകമാണ് ഏത്? ഓക്സിജൻ. ക്ഷമിക്കണം, അതൊന്നും കൂടെ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണവും നിറവും ഇല്ലാത്ത വാതകമാണ് ഇത് ഓക്സിജൻ. അടുത്ത പോയിന്റ്, ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവ് 46.6%. ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 46.6%. അപ്പോൾ മണവും നിറവും ഇല്ലാത്ത വാതകമാണ് ഇത് ഓക്സിജൻ. പിന്നെ ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവ് 46.6%. അടുത്ത പോയിന്റ്, 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബം എന്നാണ്. ഒന്നുകൂടെ നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജനാണ്. മണവും നിറവും ഇല്ലാത്ത വാതകവും ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഓക്സിജന്റെ അളവ് 46.6%. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബം എന്നാണ്. അടുത്ത ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് നോക്കാം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അടുത്ത പോയിന്റ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അടുത്ത പോയിന്റ്, ഡൈനാമൈറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡും സൾഫ്യൂരിക് ആസിഡാണ്. ഡൈനാമൈറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. അടുത്ത പോയിന്റ്, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് ഏത്? വനേഡിയം പെൻഡോക്സൈഡ്. അടുത്ത പോയിന്റ്, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. പിന്നെ കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. സ്റ്റോറേജ് ബാറ്ററികളിലും കാർ ബാറ്ററികളിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. അടുത്ത പോയിന്റ്, എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്നു. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡാണ്. ഡൈനാമൈറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. അടുത്ത പോയിന്റ്, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. കാർ ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അടുത്തത്, എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്നു. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമ്മളെ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. പിന്നെ ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.